പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒരു പ്രവർത്തന റിപ്പോർട്ട് വെക്കും. അതിന്റെ മുകളിൽ ഓരോ ജില്ലകളും ഗ്രൂപ്പ് ഡിസ്കഷന് ശേഷം പൊതുചർച്ച നടക്കും. പാർട്ടി എത്രത്തോളം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ വളർന്നിട്ടുണ്ട്, പുതുതായി എത്ര പേര് വന്നു, ഓരോ മേഖലകളുണ്ടല്ലോ, ആ മേഖലകളിൽ എന്തൊക്കെ ഇടപെടൽ നടത്തണം, ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതയുണ്ട്, ആ പ്രദേശത്തിന്റെ പ്രത്യേകതക്കനുസരിച്ച് എന്തൊക്കെ ഇടപെടൽ നടത്തണം, നമ്മൾ ഓരോരുത്തരും വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെ തിരുത്തലുകളാണ് നടത്തേണ്ടത്, എന്തൊക്കെ ഇടപെടലാണ് നടത്തേണ്ടത്, ഇതാണ് കാര്യമായിട്ട് ഡിസ്കഷൻ, ഓർഗനൈസേഷൻ. അതോടൊപ്പം പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖയുണ്ട്, അതിന്റെ മുകളിൽ എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്, അതിലെന്തൊക്കെ ഇനി ചെയ്യാനുണ്ട്, ഇനി പുതിയതായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു എല്ലാ നിലയിലും കേരളീയ സമൂഹം ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒരു സമ്മേളനം. ഈ തുടർഭരണം എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ, അല്ല, അത് സ്വാഭാവികമായിട്ട് ജനങ്ങളിലുണ്ട്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ പറയും. ഇപ്പൊ LDF 3 ലോഡിംഗ്, ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ്. അപ്പൊ 3 ലോഡിംഗ് ആണ്. കാരണം 1 തമ്മിലടിയില്ല, 2 അഴിമതിയില്ല, 3 സുതാര്യതയുണ്ട്, 4 പറഞ്ഞ കാര്യം ചെയ്യുന്നു. ഇതൊക്കെ LDF ആണ്. അപ്പൊ ഇതൊക്കെ പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്, ആളുകൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. മതവർഗീയ കക്ഷികളോട് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. ഇക്കാര്യത്തിൽ ഒരു അമിതാത്മവിശ്വാസം ഉണ്ടോ? ഒരിക്കലുമില്ല. ഇതൊരു അഹങ്കാരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു അമിതാത്മവിശ്വാസത്തിന്റെയോ ഭാഗമായിട്ട് പറയുന്നതല്ല, ജനങ്ങൾക്കിടയിൽ ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന അനുഭവമാണ്. അതിൽ നമ്മൾ ഓരോരുത്തരും ഇനി എന്തൊക്കെ മാറ്റം വരുത്തണോ ആ നിലയിൽ മാറ്റം വരുത്തി ഇടപെടും. ഓക്കെ, താങ്ക് യു.